ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഹൊറർ മൂവിയുടെ സ്റ്റോറിയാണ്. കൂടോത്രം ആഭിചാരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു അട്ടാറ് പടമാണിത്. കഥയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. വെറും ട്വിസ്റ്റ് അല്ല, ഒരു കിഡിലൻ ട്വിസ്റ്റ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ സിനിമയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പഴയ വീടിന്റെ പിറകുവശമാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാൾ ഒരു മുസ്ലിം യുവാവാണ്. അയാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വുളു എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വുളു പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ ഇരുന്ന ഒരു പാത്രവും ഒരു കുപ്പിയും കയ്യിലെടുത്ത് അയാൾ വീടിനകത്തോട്ട് പോകുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാം. പിന്നാലെ ഒരു കുട്ടിയും കരയുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നമുക്ക് കാണിക്കുന്നില്ല. കരച്ചിലിന്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. കുറച്ചു സമയം കഴിയുമ്പോൾ അയാൾ പുറത്തോട്ട് വരുന്നുണ്ട്. നേരത്തെ എടുത്ത കുപ്പി പോലത്തെ മറ്റൊരു കുപ്പി കയ്യിലെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ അത് കുടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വായിൽ നിന്ന് രക്തം ഛർദ്ദിച്ച് അയാൾ അവിടെ മരിച്ചു വീഴുകയാണ്. ഇദ്ദേഹം ആരാണെന്നോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ ഇവിടെ കാണിക്കുന്നില്ല. ആ കരഞ്ഞ സ്ത്രീ ആരാണെന്ന് കഥയുടെ അവസാനം നിങ്ങൾ അറിയുമ്പോൾ തീർച്ചയായും നിങ്ങൾ വണ്ടറടിക്കും. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ യെനിസ് എന്നൊരു ടൗണിൽ ഒരു കുഞ്ഞു വീടാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഉമ്മയും ഏകദേശം 2 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയെയും കാണിക്കുന്നുണ്ട്. ഈ ഉമ്മയുടെ പേര് ഹിജ്റാൻ എന്നാണ്. ആ കുഞ്ഞു മോന്റെ പേര് ബിറോൾ എന്നാണ്. നമ്മുടെ കുഞ്ഞു ബിറോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതുകൊണ്ട് ഹിജ്റാന് വീട്ടുജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉമ്മ കസേരയിൽ നിന്നെടുത്ത് മറ്റൊരു മുറിയിൽ കൊണ്ടേയിരുത്തുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടെ റിസപ്ഷനിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇയാളുടെ പേര് അദ്നാൻ എന്നാണ്. അദ്നാൻ ആരെയോ കാത്തു നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് മറ്റൊരു സ്റ്റാഫ് അവിടേക്ക് കയറി വരുന്നുണ്ട്. എന്താണ് നീ ഇത്ര ലേറ്റ് ആയത്? എത്ര നേരമായി ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നത് എന്ന് അദ്നാൻ അയാളോട് പറയും. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്, സോറി എന്ന് അയാൾ തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും നീ ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറഞ്ഞ് അദ്നാൻ അവിടെ നിന്നൊരു ഗിഫ്റ്റ് ബോക്സും എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയ ശേഷം വേഗം തന്നെ ഫോൺ എടുത്ത് അദ്നാൻ തന്റെ ഭാര്യയെ വിളിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മൾ ആദ്യം കണ്ട ഹിജ്റാനാണ് അദ്നാന്റെ ഭാര്യ. ഇന്ന് അദ്നാനും ഹിജ്റാനും വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് കുഞ്ഞു ബിറോളുടെ പിറന്നാൾ ദിവസമാണ്. അവർ രണ്ടുപേരും ഒരുപാട് നാൾ കാത്തിരുന്നു കിട്ടിയ കുഞ്ഞാണ് ബിറോൾ. കുഞ്ഞ് ഹാപ്പിയാണോ എന്നൊക്കെ അയാൾ ഹിജ്റാനോട് ചോദിക്കുന്നുണ്ട്. അവൻ ഭയങ്കര കരച്ചിലാണ്. എന്നെക്കൊണ്ട് ജോലിയൊന്നും എടുക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വന്നേ എന്ന് ഹിജ്റാൻ അദ്നാനോട് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ വേഗം അങ്ങോട്ടേക്ക് വരാം. നീ കുഞ്ഞിനെ തനിച്ചാക്കാതെ അവന്റെ കൂടെ തന്നെ പോയിരിക്കെ എന്ന് അദ്നാൻ ഹിജ്റാനോട് പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് ഹിജ്റാൻ അടുക്കളയിലോട്ട് എന്തൊക്കെയോ എടുക്കാനായി പോവുകയാണ്. പെട്ടെന്ന് അവളുടെ കൈ തട്ടി ഒരു പാത്രം താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി അവൾ കുനിയുകയാണ്. അടുത്ത സീൻ മറ്റൊരു മുറിയിലിരിക്കുന്ന ബിറോളിനെയാണ് കാണിക്കുന്നത്. അവന്റെ ഉമ്മ ഹിജ്റാൻ അവനെ ഒരു വലിയ അലമാരയുടെ താഴെയായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. കുഞ്ഞ് കരയാതിരിക്കാനായി കുറച്ച് കളിപ്പാട്ടം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ആ അപ്രതീക്ഷിത സംഭവം നടക്കാൻ പോകുന്നത്. ആ വലിയ അലമാര പതിയെ പതിയെ ആടി ആടി നമ്മുടെ കുഞ്ഞു ബിറോളുടെ ദേഹത്തോട്ട് മറിഞ്ഞു വീഴുകയാണ്. ഒരു വലിയ ശബ്ദം കേട്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഹിജ്റാൻ മുറിയിലോട്ട് ഓടി വരികയാണ്. തന്റെ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം തന്നെ ഇതുപോലൊരു കാഴ്ച കാണേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു കാഴ്ച കണ്ട് അവൾ അലറി വിളിച്ച് കരയുകയാണ്. അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഹിജ്റാൻ തന്റെ മകൻ ബിറോളുടെ ഖബറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവൾ തന്റെ മകനെ കാണാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അവൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഹിജ്റാൻ തന്റെ കുഞ്ഞിന്റെ മുറിയിൽ ചെന്ന് കുഞ്ഞു ബിറോളുടെ രക്തക്കറകളെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവളുടെ ഭർത്താവ് അദ്നാൻ അവിടേക്ക് വരുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരം തുടങ്ങിയെങ്കിലും പിന്നീട് അവൻ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീയാണ് എന്റെ കുഞ്ഞു മരിക്കാൻ കാരണം. നീയാണ് അവനെ കൊന്നത്. നീ ദുഷ്ടയാണ്, നീ ക്രൂരയാണ്, നീ കാരണമാണ് എന്റെ മകൻ മരിച്ചത്. നീ എന്തിനാടി അവനെ ഒറ്റയ്ക്കിരുത്തിയത്? നീ അവനെ മാത്രമല്ല എന്നെയും കൂടിയാണ് കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവൾ അറിയാതെ നടന്നൊരു സംഭവമാണെങ്കിൽ പോലും എല്ലാ കുറ്റവും അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം കുഞ്ഞിന്റെ മരണത്തോടുകൂടി അദ്നാൻ വല്ലാതെ തളർന്നു പോയിരുന്നു. ഇതെല്ലാം കേട്ട് അവൾ ആകെ തളർന്നു പോവുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ അദ്നാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഹിജ്റാൻ തറയിലിരുന്ന് അലറിക്കരയുകയാണ്. പഠിച്ചവനെ, എന്റെ കുഞ്ഞുമോന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുത്തോടായിരുന്നോ? എന്നെ ശപിച്ചോടായിരുന്നോ? ഞാൻ വൃത്തികെട്ടവളാണ്, എന്നെ നശിപ്പിച്ചു കളാ, ഞാൻ ക്രൂരയാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലൂടെ
പർദ്ദയിട്ട രണ്ട് സ്ത്രീകൾ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നും. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോലി സ്ഥലത്തിരിക്കുന്ന അദ്നാനെയാണ്. അവൻ അവന്റെ ജോലികളൊന്നും തീർക്കാതെ തന്റെ കുഞ്ഞിന്റെ ഫോട്ടോ നോക്കിയിരുന്ന് കരയുകയാണ്. തന്റെ കുഞ്ഞിന്റെ മരണം അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അങ്ങനെ രാത്രിയായി. ഹിജറാന്റെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. അവൾ വാതിൽ തുറന്നപ്പോൾ അത് അവളുടെ ഭർത്താവ് അദ്നാനായിരുന്നു. അദ്നാൻ വളരെ സന്തോഷത്തിലാണെന്ന് വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. അയാൾ യാതൊരു ദേഷ്യവും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് വീടിനകത്തോട്ട് കയറി. അങ്ങനെ അദ്നാൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സോഫയിൽ ഇരുന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ വഴിയിൽ വെച്ച് നമ്മുടെ ചേട്ടനെ കണ്ടിരുന്നു. അദ്ദേഹം ബിറോളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മുടെ കുഞ്ഞിനിട്ടതിന് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, നമ്മുടെ കുഞ്ഞു ബിറോൾ എവിടെ? ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മനസ്സിലാവാതെ കിള്ളി പോയിരിക്കുകയായിരുന്നു നമ്മുടെ ഹിജ്റാൻ. പെട്ടെന്ന് വീണ്ടും ആരോ ആ വാതിലിൽ മുട്ടി. ആ വാതിൽ പോയെന്ന് തുറക്ക് എന്ന് അദ്നാൻ ഹിജ്റാനോട് പറഞ്ഞു. അവൾ വാതിൽ തുറക്കാനായി പോയി. വാതിൽ തുറന്നതോടെ അവൾ ഞെട്ടി. അദ്നാനിപ്പോ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവൾ സോഫയിൽ കണ്ടത് ആരെയാണ്? അവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പേടിച്ചു വിറച്ചു പോയി അവൾ. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ അവളുടെ കൂട്ടുകാരിയെ കണ്ട് ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഇതൊന്നും അവൾക്കൊരു സ്വപ്നമോ തോന്നലോ ആയിട്ട് തോന്നുന്നില്ല. അതുമല്ല, അദ്നാന്റെ ചേട്ടൻ മരിച്ചിട്ട് കുറെ വർഷങ്ങളായി. അപ്പോൾ അദ്ദേഹത്തിനെ വഴിയിൽ വെച്ച് കണ്ടു എന്നാണ് ആ രൂപം എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഹിജ്റാന്റെ കൂട്ടുകാരി ഇതെല്ലാം കേട്ടിട്ട് നമുക്കൊരു ഉസ്താദിനെ പോയി കണ്ടാലോ? പക്ഷേ ഹിജ്റാന് അത് തീരെ ഇഷ്ടമായില്ല. അവൾക്ക് പണ്ട് മുതലേ അന്ധവിശ്വാസങ്ങളോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അത് കേട്ടതോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അടുത്ത സീനിൽ നെവ്റൂസ് എന്നൊരു ചെറിയ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ വീട്ടിൽ രണ്ട് സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള വല്യമ്മയും കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ മകളാണെന്ന് തോന്നുന്നു. അന്ന് രാത്രി തന്നെ ടൗണിലൂടെ വളരെ സങ്കടത്തോടെ നമ്മുടെ ഹിജ്റാൻ നടന്നു പോവുകയാണ്. അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടാണ് നടക്കുന്നത്. അതേസമയം അവൾ നടക്കുന്ന വഴിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അലമാര നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. ആ സമയം ആ അലമാര മറിഞ്ഞു വീഴുന്നുണ്ട്. അതിന്റെ പിന്നിലായിട്ട് കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപത്തിൽ രണ്ട് കറുത്ത പർദ്ദയിട്ട സ്ത്രീകൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച അവളെ വല്ലാതെ പേടിപ്പെടുത്തി. പേടിച്ചു വിറച്ച ഹിജ്റാൻ വേഗം തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അവൾ വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അവളുടെ കൂടെ ഭർത്താവായ അദ്നാനില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാകാം അവർ രണ്ടുപേരും ഇപ്പോഴും പിണക്കത്തിലാണ്. അങ്ങനെ പാതിരാത്രി ആവുകയാണ്. നമ്മുടെ ഹിജ്റാൻ നല്ല ഉറക്കത്തിലാണ്. അവൾ ഉറക്കത്തിൽ ഒരു പേടി സ്വപ്നം കാണുന്നുണ്ട്. അവളുടെ മുറിയുടെ ഒരു ഭാഗത്തായി ഒരു ഗർഭിണിയായ സ്ത്രീയെ കിടത്തിയിട്ടുണ്ട്. മറ്റൊരു സ്ത്രീ ആ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കീറി അതിനുള്ളിൽ നിന്ന് മാസം തികയാത്ത കുഞ്ഞിനെ വലിച്ചെടുക്കുന്നതായാണ് കാണിക്കുന്നത്. ആ ഒരു സീൻ ഉണ്ടല്ലോ, കണ്ടാൽ തന്നെ നമ്മുടെ കിളി പോകും. ആ ഒരു സ്ത്രീ അലറിക്കരയുകയാണ്. എന്നിട്ട് ഹിജ്റാന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് അതെന്റെ കുഞ്ഞാണ്, അതിനെ എനിക്ക് താ എന്ന് പറഞ്ഞ് കരയുകയാണ്. അത് കാണുന്ന ഹിജ്റാന്റെ അവസ്ഥയുണ്ടല്ലോ, സ്വപ്നം കണ്ട് പേടിച്ച് അലറിക്കരയുന്ന ഹിജ്റാന്റെ ശബ്ദം കേട്ട് അവളുടെ ഭർത്താവ് അദ്നാൻ അവിടേക്ക് വരികയാണ്. അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ നെവ്റൂസ് ഗ്രാമത്തിലെ വീടാണ്. ആ പ്രായമായിട്ടുള്ള സ്ത്രീ ഹിജ്റാന്റെ ഉപ്പയുടെ ഉമ്മയാണ്. മറ്റേത് ഹിജ്റാന്റെ ഉമ്മയാണ്. ഹിജ്റാന്റെ ഉപ്പയുടെ ഉമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അവർ രണ്ടുപേര് മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഈ സമയം ഹിജ്റാന്റെ വീടാണ് കാണിക്കുന്നത്. അവൾ തന്റെ കുഞ്ഞിന്റെ തുണി എപ്പോഴും ഇതുപോലെ കഴുകിക്കൊണ്ടിരിക്കും. ഇടയ്ക്കൊക്കെ അവൾ അദ്നാനുമായി സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്നാൻ അവളോട് മിണ്ടുന്നില്ല. അവളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ എന്ന് അവൾ കാലി പിടിച്ച് പറയുന്നുണ്ട്. എങ്കിൽ പോലും അദ്നാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയല്ലാണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ഒറ്റപ്പെടൽ സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഹിജ്റാൻ മകന്റെ ഖബറിന്റെ അടുത്ത് ചെന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഈ ഒരു സമയം അവൾ ആ കാഴ്ച വീണ്ടും കാണുന്നുണ്ട്. കോടമഞ്ഞിന്റെ ഇടയിൽ ആ രണ്ട് പേടിപ്പെടുത്തുന്ന കറുത്ത പർദ്ദയിട്ട സ്ത്രീകൾ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഹിജ്റാൻ ഇത് കണ്ട് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലോട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ അവൾ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അവൾ ഇന്ന് രാവിലെ കഴുകിയിട്ട ബിറോളിന്റെ വസ്ത്രങ്ങളൊന്നും അവിടെ അഴയിൽ കാണുന്നില്ല. അവൾ വേഗം തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി ബിറോളിന്റെ പെട്ടി തുറന്നു നോക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടവൾ ഞെട്ടി. ആ പെട്ടി നിറയെ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതിൽ അവൾ ബിറോളിന്റെ ഒരു ഫോട്ടോ കണ്ടു. അവൾ അത് എടുക്കാനായി പോകുമ്പോഴേക്കും ആ പെട്ടിയിൽ നിന്നൊരു പാവ പൊന്തി വരും. അത് കണ്ട് അവൾ പേടിച്ച് അവിടെ നോടി പുറത്തേക്ക് പോകും. ആ സമയം അവൾ നോക്കുമ്പോൾ ആ അഴയിൽ ബിറോളിന്റെ എല്ലാ വസ്ത്രവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ശരിയല്ലാത്തത് നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അവൾ അവളുടെ കൂട്ടുകാരിയെ കണ്ട് അന്ന് അവൾ പറഞ്ഞ ആ ഉസ്താദിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അവിടെ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷമാണ്. അവർ അങ്ങനെ ഉസ്താദിന്റെ മുറിയിലോട്ട് കടക്കുകയാണ്. സൈഡിലായിട്ട് ഒരു കുട്ടി വല്ലാത്ത രീതിയിൽ നമസ്കാരത്തിനിരിക്കുന്ന പോലെ അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ആ ഉസ്താദ് ഹിജ്റാന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് അവളുടെ പേര് 3 തവണ അതിൽ എഴുതാൻ പറയുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് വരുന്ന രക്തം ആ പേപ്പറിൽ ആക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ആ പേപ്പർ അതിലിടുന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്തൊക്കെയോ മന്ത്രം ചൊല്ലി അതിൽ ഊതുന്നുണ്ട്. ആ വെള്ളം അവിടെ ഇരിക്കുന്ന ആ കുട്ടിക്ക് കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉസ്താദ് അവളുടെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അറേബ്യൻ നാട്ടിൽ പണ്ട് നടന്ന ഒരു ചരിത്രം പറയുകയാണ്. ഒരു ദുഷ്ടൻ ഒരു സ്ത്രീയെ ദൈവമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ ആ വിശ്വാസിയായ സ്ത്രീ ദൈവത്തെ നിഷേധിച്ചില്ല. ദൈവത്തിന്റെ കൂടെ തന്നെ നിന്നു. ക്രൂരമായിട്ട് തന്നെ ആ ദുഷ്ടൻ ആ സ്ത്രീയെ കൊന്നു. ഈ ഒരു കഥയിൽ നിന്ന് നീ മനസ്സിലാക്കണം, ദൈവം തന്നെയാണ് പിശാചുകളെയും അതുപോലെ മനുഷ്യരെയും സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യ്, ദയവ് ചെയ്ത് വിശ്വാസം കൈവിടാതെ ഇരിക്കും. അപ്പോൾ അവിടെ ഇരുന്നിരുന്ന ആ കുട്ടി എഴുന്നേറ്റ് ഉസ്താദിന്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ചെരുവത്തിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ഉസ്താദ് അയാളുടെ മായ കാഴ്ചയിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പാവയും തീയും ചോരയും, എന്തൊക്കെയോ ഭയാനകമായ കാഴ്ചകൾ. ആ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കുട്ടിയെ അടുത്ത മുറിയിൽ കൊണ്ടിരുത്തുകയാണ്. കാരണം അത്രയും ഭയാനകമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അങ്ങനെ ഉസ്താദ് തിരികെ വന്നിരുന്ന നമ്മുടെ ഹിജ്റാനോട് പറയുകയാണ്, മോളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ പേടിക്കരുത്. നീ ഒരു ദുഷ്ടശക്തിയുടെ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുകയാണ്. 41 തുന്നലുകളുള്ള കൂടോത്രം നിന്റെ പേരിൽ ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബക്കാരൊക്കെയാണ്? അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ എന്ന് ഉസ്താദ് ഹിജ്റാനോട് ചോദിക്കുന്നുണ്ട്. ഹിജ്റാൻ പറഞ്ഞു, എന്റെ ഉമ്മയ്ക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. പക്ഷേ അവരും അവരുടെ ഭർത്താവും കുട്ടികളും വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. പിന്നെ എന്റെ വാപ്പയാണ്. അദ്ദേഹം എന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതായത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടില്ലേ, അതാണ് ഹിജ്റാന്റെ വാപ്പ. എനിക്ക് വാപ്പയുടെ മുഖമൊന്നും ഓർമ്മ പോലുമില്ല എന്നവൾ പറയുകയാണ്. എന്റെ വാപ്പയ്ക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സ്വത്തിന്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് ഹിജ്റാൻ പറയുകയാണ്. എന്തായാലും മോളെ, ആ കൂടോത്രം അത്രയധികം കൊടൂരമാണ്. അതുണ്ടാക്കാൻ അത്രയും അറിവുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതുണ്ടാക്കിയ ആളുടെ മനസ്സുണ്ടല്ലോ, അത് വളരെയധികം ക്രൂരമാണ്. കാരണം ഒരു കൂടോത്രം ചെയ്യുന്ന ആളും ഇതുപോലൊരെണ്ണം ഉണ്ടാക്കാൻ ധൈര്യപ്പെടില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദ് അവളെ തിരികെ അയക്കുകയാണ്. അങ്ങനെ അവൾ വീട്ടിലെത്തി വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ശബ്ദം കേട്ട് അവൾ കണ്ണാടിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണ്. ആ സമയം അവൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അവളുടെ ഉമ്മയുടേത് പോലെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന രൂപം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവളുടെ ഉമ്മാമയുടെ നാക്ക് പിഴുതെടുക്കുന്നതായാണ് കാണിക്കുന്നത്. അത് കണ്ട് ഹിജ്റാൻ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഉമ്മയ്ക്കും ഉമ്മാമയ്ക്കും കൂടോത്രം ബാധിച്ചു എന്ന് ഭയന്ന് ഹിജ്റാൻ അവളുടെ നെഹ്റൂസ് എന്ന ഗ്രാമത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന സമയം ഉമ്മാമ നിസ്കരിക്കുകയായിരുന്നു. ഉമ്മയെയും ഉമ്മാമയെയും അടുത്തേക്ക് വിളിച്ച് അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ദുസ്വപ്നം കണ്ടു. നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്താനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഹിജ്റാൻ അവരോട് പറഞ്ഞു. നീ എന്താണ് മോളെ കണ്ടത്, ഞങ്ങളോട് കൂടി പറ എന്ന് ഉമ്മാമ ചോദിക്കുന്നുണ്ട്. അവളുടെ ഉമ്മാമയുണ്ടല്ലോ, അവർ ഒരുപാട് പ്രായമായതുകൊണ്ട് തന്നെ അവർ കട്ടിലിൽ തന്നെ ഇരിപ്പാണ്. നടക്കാനൊന്നും അവർക്ക് കഴിയില്ല. ഹിജ്റാൻ അവൾ കണ്ട സ്വപ്നം എന്താണെന്നൊന്നും അവരോട് പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് അവൾ അവരോട് പറയുന്നുണ്ട്. ഹിജ്റാന്റെ ഉമ്മ അവൾക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ട് അവൾ അവളുടെ ഉപ്പയുടെ അനിയത്തിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അമ്മായി എവിടെയാണിപ്പോൾ, ഇവിടെയൊക്കെ വരാറുണ്ടോ എന്നൊക്കെ ഒരു കാഷ്വൽ ടോക്ക് പോലെ അവൾ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അവൾക്ക് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമായിരുന്നു. ഇനി എങ്ങാനും അമ്മായി ആണെങ്കിലോ കൂടോത്രം ചെയ്തത് എന്നവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹിജ്റാന്റെ ഉമ്മ പറയും, അവൾ വന്നിട്ട് ഒരുപാട് കാലമായി, അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഉമ്മ എന്താ ഇപ്പോൾ ഉമ്മയുടെ അനിയത്തിയെ കുറിച്ചൊന്നും പറയാത്തത്? എനിക്കറിയാം, അവരെ ഓർത്ത് ഉമ്മയ്ക്ക് നല്ല സങ്കടമുണ്ടെന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്ന് ഹിജ്റാൻ പറഞ്ഞു. ഇവരുടെ സംഭാഷണം അവിടെ മാറി നിന്ന് ഒരു അദൃശ്യ ശക്തി ഒളിഞ്ഞു നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്.
അനിയത്തിയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ ഹിജ്റാന്റെ ഉമ്മ അതോർത്ത് കരയുകയാണ്. അവരെ പറ്റിയും അവരുടെ ഭർത്താവിനെ പറ്റിയും പറയുകയാണ്. ചൂത് കളിച്ചും കള്ളു കുടിച്ചും അവൻ ഉള്ള സമ്പത്തെല്ലാം നശിപ്പിച്ചു. കുടുംബം തന്നെ അവൻ ഇല്ലാതാക്കി. ഭാര്യയെ മക്കളെ നോക്കാൻ കഴിയാതെ ആയപ്പോൾ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും എന്റെ അനിയത്തിയും ആ ദുഷ്ടൻ കൊന്നുകളഞ്ഞു. അവന് നോക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ നോക്കുമായിരുന്നല്ലോ എന്റെ അനിയത്തിയും കുട്ടികളെയും. ആ ദുഷ്ടൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു എന്ന് പറഞ്ഞവർ കരഞ്ഞു. ഇത് കണ്ടപ്പോൾ ഹിജ്റാന് ഉമ്മയോട് ക്ഷമ ചോദിച്ചു. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഇത് ഓർത്ത് കരയുകയാണ് മോളെ എന്ന് പറഞ്ഞവർ തേങ്ങി കരയുന്നുണ്ട്. അടുത്ത സീനിൽ ഹിജ്റാന്റെ ഉമ്മ നോക്കുമ്പോൾ ഹിജ്റാൻ അവളുടെ വല്യമ്മയുടെ അടുത്തിരുന്ന് കരയുകയാണ്. എന്റെ മകൻ മരിച്ചുപോയി, നിങ്ങളുടെ മകനും മരിച്ചുപോയില്ലേ? എല്ലാ വിഷമങ്ങളും എങ്ങനെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നു? എന്താ വല്യമ്മ നിങ്ങളൊന്നും സംസാരിക്കാത്തത്? നിങ്ങളെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് ഹിജ്റാന്റെ ഉമ്മയും ഇരിപ്പുണ്ട്. അവർക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമുള്ള സ്ത്രീകളാണ് അവർ 3 പേര്. അങ്ങനെ രാത്രി അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഹിജ്റാന്റെ ഉമ്മയാണ് പിന്നീട് കാണിക്കുന്നത്. അവർ കിടന്നുറങ്ങിയ അവരുടെ തലയിണയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവർ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അവർ വേഗം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ തലയിണ നടുവിൽ നിന്ന് 2ആയി പിളർന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കൈ പുറത്തോട്ട് വരികയാണ്. അതുമാത്രമല്ല കുറെ മാംസ കഷ്ണങ്ങളും പുഴുക്കളുമെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയം അവരുടെ പിന്നിലായി ആ പർദ്ദയിട്ട പേടിപ്പെടുത്തുന്ന 2 സ്ത്രീകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവർ ഇതെല്ലാം കണ്ടു പേടിച്ച് അലറി കരയുകയാണ്. അവർ പെട്ടെന്ന് ഒന്നുകൂടെ കണ്ണു തുറന്നപ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അവർ കണ്ട സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ എന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അദ്നാന്റെ ഹോട്ടലാണ് കാണിക്കുന്നത്. അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ഭാര്യ അവരുടെ കുഞ്ഞിനെ അദ്നാന്റെ അടുത്ത് അവരുടെ ഭർത്താവ് വരുന്നത് വരെ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. അതിനെന്താ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ കുട്ടിയെ അവൻ എടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ നോക്കി അദ്നാൻ കരയുന്നുണ്ട്. മോനെ, എന്നെ ഒന്ന് വാപ്പാന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. ഇത് കണ്ട് ആ കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ അദ്നാൻ വാപ്പാന്ന് വിളിക്കും മോനെ, പാപ്പാന്ന് വിളിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ വരുന്നത്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുകയാണ്. അതിനാല് അത് വല്ലാതെ വിഷമമാവുകയാണ്. കാരണം അവന് അവന്റെ കുഞ്ഞു ബിറോളിനെ ഓർമ്മ വരികയാണ്. അവൻ അവിടെ നിന്ന് എങ്ങോട്ടേക്കൊന്നില്ലാതെ ഇറങ്ങി നടക്കുകയാണ്. അതേസമയം തന്നെ ഹിജ്റാൻ മറ്റെവിടേക്കോ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾ അവളുടെ വാപ്പയുടെ സഹോദരിയെ പറ്റി അന്വേഷിക്കാനാണ് പോകുന്നത്. മുൻപ് അവരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പുണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്കാണ് അവൾ പോയിരിക്കുന്നത്. അവൾ അയാളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളെല്ലാം അന്ന് തന്നെ ഒത്തുതീർപ്പാക്കിയതാണല്ലോ. പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുപോലെ അവരൊക്കെ ഈ നാട്ടിൽ നിന്നൊക്കെ മറ്റെങ്ങോട്ടോ പോയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു വിവരവും അവൾക്ക് അവിടെ നിന്നും കിട്ടുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് അദ്നാനെയാണ്. അവനിപ്പോൾ പള്ളിപ്പറമ്പിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അവൻ അവന്റെ കുഞ്ഞു ബിറോളിന്റെ ഖബറിന്റെ അടുത്ത് ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൻ കുഞ്ഞിന്റെ പഴയ വീഡിയോസുകളെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. മോനെ, വാപ്പ നിന്റെ അടുത്തേക്ക് വരട്ടെ, വാപ്പ നിന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കരയുകയാണ്. പെട്ടെന്ന് അവനൊരു തോക്കെടുത്ത് അവന്റെ വായിൽ വെച്ച് പൊട്ടിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. ഇതേ സമയം ഹിജ്റാൻ ഇതൊന്നും അറിയാതെ അദ്നാന്റെ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. കാരണം അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിജ്റാൻ ഇപ്പോൾ അവളുടെ ഉമ്മയുടെ അനിയത്തി സഹ്റയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരും അവരുടെ കുടുംബവും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൾ അവിടെ കണ്ട ഒരു പെണ്ണിനോട് സഹ്റയെ പറ്റി അന്വേഷിക്കുകയാണ്. ഏത് സഹ്റയാണ്? ഇവിടെ ഒരുപാട് സഹ്റമാരുണ്ടല്ലോ എന്ന് ആ പെണ്ണ് അവളോട് ചോദിക്കും. 25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയില്ലേ? മാനസിക രോഗിയായ ഭർത്താവ് കൊന്നു കളഞ്ഞിട്ടുള്ള സഹ്റയും കുട്ടികളും, അവരെ അറിയുമോ? അത് കേട്ടപ്പോൾ ആ സ്ത്രീ പേടിച്ചു പറയുകയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടേക്ക് പോകരുത്. ആ വീട്ടിൽ ജിന്നുകളുണ്ട്. അയാൾക്ക് മാനസിക രോഗമൊന്നുമല്ലായിരുന്നു. ആ വീട്ടിലെ ജിന്നുകൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങൾ അങ്ങോട്ട് പോകാത്തതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ആ പെണ്ണ് അവളോട് പറയുന്നു. പക്ഷേ ഹിജ്റാൻ അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. അവളുടെ നിർബന്ധം കാരണം ആ സ്ത്രീ അവൾക്ക് അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ആ വഴി കാണിച്ച പെൺകുട്ടി അവളുടെ വീട്ടിലോട്ട് തിരിച്ചു നടക്കുന്നുണ്ട്. അതേസമയം ഹിജ്റാൻ അവളെ നോക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടി. ആ പെൺകുട്ടിയുടെ 2 വശത്തായിട്ട് ആ പർദ്ദയിട്ട സ്ത്രീകളും അവളുടെ കൂടെ നടന്നു പോകുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ഹിജ്റാൻ പള്ളിയുടെ അടുത്തുള്ള ആ വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. ആ വീടിന്റെ മുറ്റത്ത് ഒരു മരം നിൽപ്പുണ്ട്. ഇലകളൊന്നുമില്ലാത്ത, കണ്ടാൽ തന്നെ പേടിയാകുന്ന രീതിയിലാണ് ആ മരമുള്ളത്. ആ മരത്തിൽ ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ചെറിയ ചെരിപ്പുകൾ, താക്കോലുകൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇതെല്ലാം കണ്ടിട്ട് കൂടോത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഹിജ്റാൻ പേടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറുകയാണ്. അവൾ അതിനകത്തോട്ട് കയറുകയാണ്. അവിടെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. മതിലുകളിലെല്ലാം രക്തപ്പാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നല്ല രീതിയിൽ ദുർഗന്ധവും വരുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിലും അവൾ കേൾക്കുന്നുണ്ട്. അത് അടുത്ത മുറിയിൽ നിന്നാണ് കേൾക്കുന്നത്. അവൾ ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന മുറിയിലോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ കട്ടിലിൽ കിടക്കുന്ന ഒരു പുതപ്പിനടിയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവൾ പതിയെ പതിയെ അവിടേക്ക് ചെല്ലുകയാണ്. ആ പുതപ്പിന്റെ ഉള്ളിൽ ആരോ അനങ്ങുന്നുണ്ട്. ഒരു കുട്ടി അതിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾ ആ പുതപ്പ് നീക്കി നോക്കി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ ജീവനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാവ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ ആ പാവ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഒരു ചോദ്യം കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത്? ഹിജ്റാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 വെള്ള വസ്ത്രമിട്ട പെൺകുട്ടികളെയാണ് അവൾ കണ്ടത്. അവളുടെ ഉമ്മയുടെ അനിയത്തി സെഹ്റയുടെ മരിച്ചുപോയ മക്കളാണവർ. എന്നാൽ മറ്റൊരു ഭയാനകമായ ശബ്ദം കൂടി അവൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കണ്ണുകെട്ടി കളിച്ചാലോ എന്ന് പറഞ്ഞ് ഒരു ഭീകര രൂപം അവളുടെ നേരെ ആർത്തു വരികയാണ്. അവൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ സമയം ആ വീടിൻ്റെ വാതിലും ജനലുകളും എല്ലാം തുറന്നും അടഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തകർന്നു വീഴുന്നുമുണ്ട്. ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകില്ല. നിങ്ങളാണെങ്കിൽ പോകുമോ? ഹിജ്റാൻ എന്തായാലും അവിടേക്ക് പോയേ പറ്റൂ. കാരണം അവൾക്ക് ആ രഹസ്യം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ആരാണ് അവൾക്കെതിരെ ആഭിചാരം ചെയ്തേക്കുന്നത് എന്നവൾക്ക് അറിഞ്ഞേ പറ്റൂ. സെഹ്റയുടെ അമ്മായി തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അവൾക്ക് അവിടെ നിന്നൊരു പാവ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അതിലായിരിക്കും ആ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ ഉമ്മയും അവളെ കാത്തിരിക്കുന്നുണ്ട്. അവൾ നേരെ മുറിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കിട്ടിയ ആ പാവയുണ്ടല്ലോ, അതവൾ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സമയം അവളുടെ ഉമ്മ അവിടേക്ക് വരികയാണ്. അപ്പോൾ അവൾ ആ പാവയെ മാറ്റിവെക്കുന്നുണ്ട്. അവൾ അവളുടെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മ, ഉമ്മയുടെ അനിയത്തി സെഹ്റയില്ലേ, അവരുടെ ഫോട്ടോസ് എന്തെങ്കിലും കയ്യിലുണ്ടോ? എനിക്ക് ഓർമ്മയില്ല മോളെ, പെട്ടിയിൽ എന്തൊക്കെയോ പഴയ ഫോട്ടോകളുണ്ട്, നീ അതൊന്ന് എടുത്തു നോക്ക്, ചിലപ്പോൾ അതിലുണ്ടാകും. അങ്ങനെ അവൾക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ്. അവൾ അതിൽ അവളുടെ ഉമ്മയുടെ അനിയത്തിയുടെ ഫോട്ടോയും അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോയും അവരുടെ മക്കളുടെ ഫോട്ടോയും അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഉമ്മാമ്മയുടെയും എല്ലാം പഴയ ഫോട്ടോസ് എല്ലാം അവൾ കാണുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുകയാണ്. അവൾ ഉറങ്ങാൻ കിടക്കുകയാണ്. കൂടെ അവളുടെ ഉമ്മയുമുണ്ട്. നേരം വെളുക്കാനായ സമയത്ത് അവൾ എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന പല മുഖങ്ങളും വിചിത്രമായ ജീവികളും കുട്ടികൾ വിചിത്രമായ എന്തൊക്കെയോ കാണിക്കുന്നതും രക്തവും ഒരു സ്ത്രീ വയറു കീറി കുട്ടിയെ എടുക്കുന്നത് പോലെയെല്ലാം അവൾ കാണുന്നുണ്ട്. അവൾ ഞെട്ടി എണീക്കുകയാണ്. അവളുടെ ഉമ്മ അടുത്തുണ്ടായത് കൊണ്ട് തന്നെ അവർ അവളെ ആശ്വസിപ്പിക്കുകയാണ്. നേരം വെളുക്കാനായതുകൊണ്ട് ഹിജ്റാന്റെ ഉമ്മ നിസ്കാരത്തിനു വേണ്ടി വല്യുമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അവർ വല്യുമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഹിജ്റാന്റെ ഉമ്മ അലമാരയിൽ നിന്ന് നിസ്കാരത്തിനുള്ള വസ്ത്രങ്ങളൊക്കെ എടുക്കുകയാണ്. ആ സമയത്താണ് അലമാരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇത്താത്ത, നിങ്ങൾ എന്താ എന്നെ നോക്കാത്തത്, എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഇപ്പോൾ ഹിജ്റാന്റെ ഉമ്മയും വല്യുമ്മയും പേടിച്ചു വിറച്ചു പോവുകയാണ്. എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്? പിന്നെയും ആ ശബ്ദം കേൾക്കുകയാണ്. ഇത്താത്ത, ഇത്താത്ത. അവർ വേഗം തന്നെ അലമാര തുറന്നു നോക്കുകയാണ്. ആ സമയത്ത് അതിനുള്ളിൽ മരിച്ചുപോയ സെഹ്റയും അവരുടെ 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അവർ ചാടി എഴുന്നേറ്റുകൊണ്ട് ഹിജ്റാന്റെ ഉമ്മയോട് പറയുകയാണ്, ഞാൻ തിരിച്ചു വരില്ല എന്ന് കരുതിയോടി. പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഹിജ്റാന്റെ ഉമ്മ. എന്നിട്ട് വല്യുമ്മയുടെ കട്ടിലിലോട്ട് നോക്കുന്നുണ്ട്. ദാ ആ കട്ടിലിൽ അവരുടെ അനിയത്തി സെഹ്റ ഇരിക്കുകയാണ്. കയ്യിൽ മാംസകഷ്ണം പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ട് അവർ പേടിച്ചു. ഇപ്പോൾ ഹിജ്റാന്റെ ഉമ്മ അലറി കരയുകയാണ്. ശബ്ദം കേട്ട് ഹിജ്റാൻ അവിടേക്ക് ഓടി വരുന്നുണ്ട്. അവർ 3 പേരും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവളുടെ ഭർത്താവ് അതിനാൽ ഫോൺ ചെയ്ത് എടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ ഉമ്മയോടും വല്യുമ്മയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ റെഡിയാവുകയാണ്. അവൾ ഇറങ്ങുന്നതിന് മുൻപ് വല്യുമ്മയോട് പറയുന്നുണ്ട്, ഇവിടെ വെറുതെ ഇരുന്ന് മടി പിടിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കും, അപ്പോൾ തന്നെ പകുതി ആശ്വാസം ഉണ്ടാകും. അങ്ങനെ അവൾ അവിടെ നിന്ന് നേരെ പോകുന്നത് അതിനാന്റെ ജോലി സ്ഥലത്തേക്കാണ്.
അവിടെ ചെന്ന് അവന്റെ കൂട്ടുകാരനോട് അദ്നാൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും, അവനെ കണ്ടിട്ട് കുറെ ആയല്ലോ, അവൻ ജോലിക്കും വരുന്നില്ല, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല, ഞാനും അവനെ പറ്റി അന്വേഷിക്കുവാൻ നിൽക്കുമായിരുന്നു. അവൾ അദ്നാനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. വാതിൽ തുറന്നകത്തേക്ക് കയറിയ അവൾക്ക് അവിടെ ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുകയാണ്. അവൾ ആ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ മുറിയുടെ തറ ടൈലിനു പകരം മണ്ണായിരുന്നു. അവിടെ കറുത്ത പർദ്ദയിട്ട ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അത് കണ്ടവൾ പേടിക്കുന്നുണ്ട്. അവിടെ അവൾ ഒരു ഖബർ കാണുന്നുണ്ട്. അത് വേറെ ആരുടെയുമല്ല, അവളുടെ മകൻ ബിറോളിന്റെയാണ്. അതിന്റെ മുകളിലായി അവളുടെ ഉമ്മയുടെ അനിയത്തി സെഹ്റ ഇരിക്കുന്നുണ്ട്. അവർ ഹിജ്റാനോട് സംസാരിക്കുകയാണ്. എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു, എനിക്കും അതിനെ നഷ്ടപ്പെട്ടു, ഞാനും കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട്. എന്നിട്ട് ആ രൂപം അവളുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്ന് ഓടുകയാണ്. അവൾ പോയത് ഉസ്താദിന്റെ അടുത്തേക്കായിരുന്നു. അവൾക്ക് കിട്ടിയ ആ പാവ അവൾ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉസ്താദ് ആ പാവയുടെ തുന്നൽ അഴിച്ച് അതിന്റെ ഉള്ളിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ്. എന്നിട്ട് വായിച്ചു നോക്കുന്നു. ഉസ്താദ് ആദ്യം പറഞ്ഞതുപോലെ 41 തുന്നലുകൾ അതിലുണ്ടായിരുന്നു. 41 ലക്ഷങ്ങളുള്ള കൂടോത്രം. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവർ ചെകുത്താനെ ആരാധിച്ചു. അതിന്റെ ഫലം തലമുറകളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഹിജ്റാൻ അത് കേട്ട് പൊട്ടിക്കരയുകയാണ്. ഉസ്താദ് പിന്നീട് പറയുകയാണ്, അത് മാത്രമല്ല ഹിജ്റാൻ, നിന്റെ ഉമ്മയുടെ അനിയത്തി തന്നെയാണ് ഈ കൂടോത്രം ചെയ്തിരിക്കുന്നത്. നിന്റെ ഉമ്മയുടെ കുടുംബം നശിപ്പിക്കാനായിട്ട് എത്രയും വേഗം നീ ഇത് നിന്റെ ഉമ്മയെ അറിയിക്കണം. കാരണം ആ നീചശക്തി നിന്റെ ഉമ്മയെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി തക്കം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹിജ്റാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദെ, ഞാൻ ഈ കാര്യം എങ്ങനെയാണ് എൻ്റെ ഉമ്മയോട് പറയുക? എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ്. എന്നാൽ എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് കരയുന്നത് അവരുടെ അനിയത്തിയെയും മക്കളെയും ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഉസ്താദ് പറയും, നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവാ, ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം, എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തി തരാം. ഹിജ്റാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ അവളുടെ ഉമ്മയുടെ വീടാണ് കാണിക്കുന്നത്. അവളുടെ ഉമ്മയും വല്യമ്മയും വളരെയധികം ദുഃഖത്തിലാണ്. വേറൊന്നും കൊണ്ടല്ല, ഹിജ്റാന്റെ ഈ അവസ്ഥ ആലോചിച്ചിട്ടാണ് അവർ സങ്കടപ്പെട്ടത്. പക്ഷേ ഇവർക്കറിയില്ലായിരുന്നു ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അപകടത്തെപ്പറ്റി. അങ്ങനെ വല്യുമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹിജ്റാന്റെ ഉമ്മ. എന്താ ഉമ്മ നമ്മൾ ചെയ്യുക? അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്, കണ്ടില്ലേ, അവളെ സമാധാനത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിജ്റാന്റെ ഉമ്മ പെട്ടെന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഒരു ഈച്ച അതിലൂടെ പറന്നു നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്വാസം നിലച്ച് മുഖവും കണ്ണുമെല്ലാം വെള്ള നിറത്തിലോട്ടായി, താടിയെല്ല് പൊട്ടി അവർ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലോട്ടായി കട്ടിലിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അവർ മരിച്ചിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് ആ വല്യമ്മ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മുറിയുടെ വാതിൽ അവർ അടക്കുകയാണ്. പേടിച്ച് വിറച്ച് അവർ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഹിജ്റാൻ അവിടേക്ക് വരികയാണ്. എന്താണ് വല്യമ്മ, എന്ത് പറ്റി? എന്തിനാണ് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നത്? ഉമ്മ എവിടെ? ഉമ്മയെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ആദ്യമായിട്ട് ആ വല്യമ്മ ഹിജ്റാനോട് സംസാരിക്കുകയാണ്. നാഗ്മിയ, അവൾക്ക് അവളുടെ അനിയത്തി സെഹ്റയോട് വളരെയധികം അസൂയായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു, അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. ഒന്നും മനസ്സിലാകാതെ ഹിജ്റാൻ വല്യമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നോ? എന്നിട്ട് എന്താണ് ഇത്രയും നാൾ നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കാതിരുന്നത്? പക്ഷേ അതിനൊന്നും ഉത്തരം നൽകാതെ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. സെഹ്റയുടെ 2 സുന്ദരികളായ പെൺകുട്ടികളോടും നഗ്മിയക്ക് അസൂയായിരുന്നു. സന്തോഷമായ കുടുംബമായിരുന്നു സെഹ്റയുടേത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സെഹ്റയുടെ കുടുംബത്തെ കാണിക്കുന്നുണ്ട്. അവളുടെ 2 പെൺമക്കളും അവളുടെ ഭർത്താവും. അയാൾ സെഹ്റയോട് പറയുകയാണ്, നമുക്ക് 2 സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അവർക്ക് ഇനിയൊരു പൊന്നനിയൻ കൂടി വേണ്ടേ? സെഹ്റയുടെ ഭർത്താവിന് എപ്പോഴും ആൺകുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ആ ഒരു അവസരം മുതലെടുത്ത് നഗ്മിയ മന്ത്രവാദത്തിലൂടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാമെന്ന് സെഹ്റയെയും ഭർത്താവിനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആ ഒരു കർമ്മം ചെയ്യാനായി സെഹ്റയെയും ഭർത്താവിനെയും നഗ്മിയ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ തന്നെയാണ് അത് ചെയ്തു കൊടുത്തത്. നഗ്മിയ വന്ന് കാല് പിടിച്ച് കരഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തു കൊടുത്തത്. ആ സമയം സെഹ്റയ്ക്കും ഭർത്താവിനും അറിയില്ലായിരുന്നു അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന കൂടോത്രമാണതെന്ന്. 41 ലക്ഷമുള്ള കൂടോത്രം. അന്ന് അവർ ഞങ്ങളോട് നന്ദി പറഞ്ഞ് ആ പാവയുമായി വീട്ടിലേക്ക് പോയി.
ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകാനായിട്ട്. അവരന്ന് കൊണ്ടുപോയ ആ പാവ സഹ്റയുടെ ഭർത്താവിന്റെ പ്രതിരൂപമായിരുന്നു. അവന്റെ ദേഹത്തേക്ക് ചെകുത്താൻ കയറിക്കൂടി. എന്നിട്ട് അവന്റെ പൊന്നുമക്കളെ കഴുത്തറുത്ത് കൊന്നുകളയുകയാണ്. അതിനുശേഷം അവന്റെ ഭാര്യ സഹ്റയെ കൊല്ലാൻ പോയപ്പോൾ അവൾ പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ട് അവൻ അവളെ കൊല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നിട്ട് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട സഹ്റ ആകെ ഞെട്ടിത്തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവളുടെ മാനസിക നില ആകെ തെറ്റി. ഇതെല്ലാം കേട്ട് ഹിജ്റാൻ കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വല്യമ്മ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്തൊരു ദുഷ്ട മനസ്സാണ് നിങ്ങളുടേത്. എൻ്റെ ഉമ്മ എവിടെ? ഉമ്മയെ കാണുന്നില്ലല്ലോ. പക്ഷേ ഇതിനൊന്നും ആ ഉമ്മാമ്മ മറുപടി കൊടുക്കുന്നില്ല. പിന്നെയും അവർ ഓരോന്ന് പറയുകയാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം സഹ്റയെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് പ്രസവ വേദന വന്നു. 7-ാം മാസത്തിൽ അവൾ നിനക്ക് ജന്മം നൽകി. ഉമ്മാമ എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ. അതെ ഹിജ്റാൻ, നിന്റെ ഉമ്മ സഹ്റയാണ്. അവളാണ് നിനക്ക് ജന്മം നൽകിയത്. പ്രസവാനന്തരം ഉണ്ടായ രക്തസ്രാവം ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് അവൾ ഒരുപാട് വേദന സഹിച്ചു. ഇതെല്ലാം കേട്ട് ഹിജ്റാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. വല്യമ്മ സംസാരം തുടർന്നു. നെക്മിയക്ക് കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് നിന്നെ അവൾക്ക് വേണമെന്ന് തോന്നി. വല്യമ്മ, നിങ്ങൾ എന്തായി പറയുന്നത്? എൻ്റെ ഉമ്മ ആരാണ് എന്ന് പറഞ്ഞ് ഹിജ്റാൻ കരയുകയാണ്. ഞാൻ അമ്മായി എന്ന് പറഞ്ഞിരുന്ന ആ സ്ത്രീയാണോ എൻ്റെ യഥാർത്ഥ ഉമ്മ? വല്യമ്മ, എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണോ എൻ്റെ ഉമ്മ മരിച്ചു പോയത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അല്ല, നിന്നെ പ്രസവിച്ചത് കൊണ്ടല്ല സഹ്റ മരിച്ചത്. നഗ്മിയ അവളെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അത് കേട്ടപ്പോൾ ഹിജ്റാൻ ആകെ നെട്ടിപ്പോവുകയാണ്. നിങ്ങളാണോ അപ്പോൾ എൻ്റെ ഉമ്മയെ കൊന്നത്? എൻ്റെ ഉപ്പ, എൻ്റെ കൂടപ്പിറപ്പുകൾ? അലറിക്കരഞ്ഞുകൊണ്ട് ഹിജ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വല്യമ്മയുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കും. എൻ്റെ ഉമ്മയുടെ കൊലയാളിയാണോ അപ്പോൾ എന്നെ വളർത്തിയത്? നിങ്ങളൊക്കെയാണല്ലോ ഞാൻ ആദരിച്ചത്, ഞാൻ വല്യമ്മ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞവൾ അലറിക്കൊണ്ട് വല്യമ്മയുടെ മുഖത്തിട്ട് വീണ്ടും ഒരടി കൊടുത്തു. എവിടെ ആ രാക്ഷസി? എവിടെ? നഗ്മിയ എന്ന് പറഞ്ഞവൾ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആ മുറിയിലേക്ക് പോവുകയാണ്. അവൾ കയറുമ്പോൾ മരിച്ചു കിടക്കുന്ന നഗ്മിയെയാണ് അവൾ കാണുന്നത്. അവൾക്കാകെ ഭ്രാന്ത് പിടിച്ച പോലെ ആവുകയാണ്. എന്നെ പരീക്ഷിക്കലേ ദൈവമേ എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ആ വല്യമ്മ അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അതായത് കഥയുടെ തുടക്കത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലേ? അയാൾ ഇവരുടെ മകനാണ്. അയാൾ അന്ന് ഇവർ ചെയ്ത ഈ പാപത്തിന്റെ ഫലമായിട്ട് അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇവരെ വേദനിപ്പിക്കാൻ വേണ്ടി അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അന്ന് കേട്ട ആ സ്ത്രീയുടെ കരച്ചിൽ അത് ഈ വല്യമ്മയുടേതായിരുന്നു. 25 വർഷമായിട്ട് ഇതെല്ലാം ഓർത്തവർ നീറി കഴിയുകയാണ്. അങ്ങനെ അവർ പടച്ച റബ്ബിന്റെ അടുത്തും സഹ്റയുടെ അടുത്തും മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈച്ച വീണ്ടും അവിടെ വരുന്നുണ്ട്. അവരും അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതേ സമയം എല്ലാം നഷ്ടപ്പെട്ട് ആകെ തകർന്ന് ഹിജ്റാൻ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ ചെന്ന് കയറുമ്പോൾ കാണുന്നത് ടേബിളിന്റെ ഒരു കസേരയിൽ അദ്നാൻ ഇരിക്കുന്നതാണ്. കുറച്ച് അപ്പുറത്തെ സോഫയിൽ അവളുടെ ഉമ്മയും ഉപ്പയും സഹോദരിമാരും ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്തായിട്ട് അവളുടെ പൊന്നുമോൻ ബിറോളും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ആ കാഴ്ച കണ്ട് അവൾ പേടിച്ചില്ല. 2 മാസം മരിച്ചുപോയ ബിറോളിന്റെയും അദ്നാന്റെയും കൂടി ജീവിച്ച് അവൾ ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഉസ്താദ് അവളെ കൂടോത്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. 1-2 വർഷങ്ങൾക്ക് ശേഷം അവൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് എന്നും കഥയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ടാകും. കുഞ്ഞും ഭർത്താവും മരിക്കാൻ കാരണം അത് കൂടോത്രം തന്നെയാണ്. പക്ഷേ നഗ്മിയയും വല്യമ്മയും മരിക്കാൻ കാരണം സഹ്റയുടെ ആത്മാവാണ്. തന്റെ മകൾക്ക് സത്യം മനസ്സിലാകാനും അവളെ സംരക്ഷിക്കാനും വേണ്ടിയാണ് അവരത് ചെയ്തത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വരുന്നത് വരെ ബൈ.